പോളിംഗ് നടക്കുന്നുണ്ട് പലയിടങ്ങളിലും. 14% പിന്നിട്ടിരിക്കുന്നുവെന്നാണ് ഞങ്ങൾ റിപ്പോർട്ടർമാർ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് കൃത്യമായി പറയണമെങ്കിൽ നമുക്ക് ഇനി ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ 3 മണിക്കൂറിലെ പോളിംഗിന്റെ പെർസെൻറ്റേജ് പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കും. അത് 20% മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിശ്ചയമായും അത് ഒരു മികച്ച പോളിംഗ് ആണ്, ഒരു മികച്ച തുടക്കം എന്ന് നമുക്ക് പറയാം. രാവിലെ മഴയുണ്ടായിരുന്നിട്ടും വോട്ടർമാർ എത്തുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. എനിക്ക് തോന്നുന്നു 2021 ഏകദേശം 20% പോളിംഗ് ആണ് ആദ്യത്തെ 3 മണിക്കൂറിൽ രേഖപ്പെടുത്തിയിരുന്നത് എന്നാണ്. ആ രീതിയിലേക്ക് പോളിംഗ് മാറുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ 2016 പോളിംഗ് ശതമാനത്തിനടുത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതല്ല അത് 15% താഴെയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, അഥവാ 16% 17% ആണെങ്കിൽ പോലും അത് മെച്ചപ്പെട്ട പോളിംഗ് ആണെന്ന് പറയാൻ കഴിയില്ല. അത് 2016 അപേക്ഷിച്ച് കുറഞ്ഞ പോളിംഗ് എന്ന് പറയേണ്ടി വരും. മുബഷീർ, നമുക്കിപ്പോൾ ആദ്യത്തെ 3ാമത്തെ മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ 14% പോളിംഗ് പെർസെൻറ്റേജ് ഉയരുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണം നോക്കിയാൽ 20% അടുക്കണം ഇപ്പോൾ പോളിംഗ് എന്നാണ്, അല്ലേ? തീർച്ചയായും അരുൺകുമാർ, നമ്മളിപ്പോൾ UDF സ്ഥാനാർത്ഥിയെ പിന്തുടരുകയാണ്. അദ്ദേഹം ഓരോ ബൂത്തുകൾ സന്ദർശിച്ചു വരികയാണ്. നിലവിലെ കണക്ക് പ്രകാരം 13.5% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. PRD പുറത്തുവിട്ട കണക്ക് പ്രകാരം ആ രീതിയിലാണ് പോളിംഗ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത് 20% മുകളിൽ തന്നെ നിലവിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. ആ നിലയിൽ പോളിംഗ് വർദ്ധിക്കുന്നുണ്ട്, ജനങ്ങൾ വോട്ട് ചെയ്യാനെത്തുന്നുണ്ട്. പോളിംഗിന് ഒരു തരത്തിലും അത് ബാധിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മഴയൊന്നും തന്നെ പോളിംഗിനെ ബാധിക്കില്ല. എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവോടുകൂടി തന്നെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെടാതെ സ്വാഭാവികമായിട്ടും പോളിംഗ് ബൂത്തുകൾ വർദ്ധിച്ചതുകൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സമാനമായിട്ടുള്ളൊരു അഭിപ്രായം തന്നെയാണ് M. സ്വരാജും പങ്കുവെക്കുന്നത്. നേരത്തെ മുന്നണികൾക്കൊക്കെ തന്നെ ആ നിലയിലുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു, ആളുകൾ വോട്ട് ചെയ്യാനെത്താത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്ന്. വിശേഷം 2ാമത്തെ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ നടക്കാൻ പോകുമ്പോൾ അത് തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്കയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിലെ കണക്കുകൾ പ്രകാരം ആ ഒരു ആശങ്കയ്ക്കിടയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ആ നിലയിൽ തന്നെയാണ് പോളിംഗ് ബൂത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ രാവിലേക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പൂർണ്ണമായിട്ടും മഴ വഴിമാറിയിട്ടുണ്ട്. ആളുകൾ കൂടുതലായിട്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. GM-LP സ്കൂളിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ആ തരത്തിൽ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും പഞ്ചായത്തുകളിലാണെങ്കിലും പോളിംഗ് ബൂത്തുകളിൽ തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള വിവിധ ഇടങ്ങളിൽ അവധിയൊക്കെ തന്നെ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് മുന്നണികളും പ്രതീക്ഷിക്കുന്നത്. രാവിലെ കനത്ത മഴയുണ്ടായിരുന്നു. ആ മഴ മാറിയ ഒരു സാഹചര്യത്തിൽ കൂടി കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ്. നിലവിൽ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തെ UDFന്റെ ബൂത്തുകളിൽ ഇറങ്ങി പ്രവർത്തകരുമായി സംസാരിക്കുന്നു. അവരോടൊപ്പം സെൽഫി എടുക്കുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നിലമ്പൂർ മാതൃക എന്ന് അദ്ദേഹം തന്നെ നേരെ സൂചിപ്പിച്ച ആര്യാടൻ ഷൗക്കത്തും അതുപോലെ തന്നെ M. സ്വരാജും തമ്മിലുള്ളൊരു കൂടിക്കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടു. സമാനമായ രീതിയിൽ നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ വെച്ച് PV അൻവറും ആര്യാടൻ ഷൗക്കത്തും തമ്മിലുള്ളൊരു കൂടിക്കാഴ്ചയും കണ്ടു. ഇനി NDA സ്ഥാനാർത്ഥിയാണ് കാണേണ്ടത്. പക്ഷേ അടുത്ത് പോകാൻ പോകുന്ന ബൂത്തിൽ അത്തരത്തിലൊരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അരുൺകുമാർ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ ഇപ്പോൾ താരതമ്യേന മെച്ചപ്പെട്ട പോളിംഗ് ആണ് നിലമ്പൂരിൽ നടക്കുന്നത് എന്ന് നമുക്കിപ്പോൾ പറയാം. കൃത്യമായ കണക്ക് നമുക്ക് അല്പസമയം കൂടി കഴിയുമ്പോൾ കിട്ടും. ഒരു 20% അടുക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും മെച്ചപ്പെട്ട പോളിംഗ് ആണ്. അതിൽ താഴെയാണ് എങ്കിൽ മുന്നണികളെ സംബന്ധിച്ച് നെഞ്ചെടുപ്പേറും. അത് പോളിംഗ് പെർസെൻറ്റേജ് കുറയുന്നതിന് സൂചനയായി വ്യാഖ്യാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാര്യം ഒരു 6-7% താഴെ മാത്രമാണ് പോളിംഗ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി അങ്ങോട്ട് ഉച്ചയോടുകൂടി പോളിംഗ് കനക്കുമെങ്കിൽ അതൊരു പക്ഷേ മറികടന്ന് പോവുകയും ചെയ്യും. നിലമ്പൂരിൽ 3,02,382,381 വോട്ടർമാർ 263 പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മഴയുടെ പ്രതിരോധത്തെയും മറികടന്ന്